ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പപ്പയും അമ്മയുടെ ഇന്നലെ പുറത്തായപ്പോൾ 2 ഫ്രൂട്ട്സിൽ ചെടി മേടിച്ചുകൊണ്ട് വന്നു, പിന്നെ ഒരു മുരിങ്ങയ്ക്കയും കൂടെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നമ്മളൊന്ന് നടാൻ പോവുകയാണ്. അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കുന്നത്. അതിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കുന്നത്. പപ്പ ദാണ്ട് കുഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ദാണ്ട് കുഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഒരു കുഴി കഴിഞ്ഞ് അടുത്തത് കുഴിക്കുവാണ് ഗൈസ്. അടുത്ത കുഴി കുഴിക്കുവാണ് ഗൈസ്. ഉണ്ടല്ലേ ഗൈസ്, ഒരു കുഴി കുടിച്ചപ്പോഴത്തേക്കും പപ്പയുടെ ദേഹത്തൂടെ വെള്ളം ഒഴുകുകയാണ് ഗൈസ്. കുന്താലി ഊരി ഗൈസ്. അതിനാണ് പപ്പ കത്താലി ചോദിച്ചത്. അടിച്ചുറപ്പിക്കുക ഗൈസ്. പപ്പയുടെ മൊബൈൽ അടിക്കുന്നു. നമുക്കത് പോയി എടുത്തിട്ട് വരാം ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്. ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ വേറൊരു അടുക്കളയാണ്. ചേച്ചി അകത്ത് ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. പല്ലിച്ചിട്ട് വന്നിട്ടേ ഉള്ളൂ. വന്നു ഗൈസ്. ചേച്ചി തുണി കഴുകാൻ കണ്ടോ ഗൈസ്? ചേച്ചി ഒരു ഗുഡ് മോർണിംഗ് പറ. കണ്ടില്ലേ ഗൈസ്? അപ്പോൾ മമ്മി കറികളുടെ രാവിലത്തെ ഫുഡിനുള്ള പരിപാടിയിലാണ്. ഞങ്ങളിവിടെ ചെടി ഇടുന്നതിൻ്റെ പരിപാടിയിലാണ് ഗൈസ്. പപ്പ ഒരു കോളുമായിട്ട് അങ്ങോട്ട് പോയി ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് പപ്പ കൊണ്ടുവന്ന ചെടി. ഇത് നമ്മുടെ ഞാവൽപ്പഴമാണ്. കണ്ടില്ലേ ഗൈസ്? ഇത് ഞാവൽപ്പഴമാണ്. പിന്നെ നമുക്ക് കണ്ടാലേ അറിയാം. മുരിങ്ങയ്ക്ക ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ റംബൂട്ടാനാണ്. സ്കൂൾ ബോയ് ആണ്. അമ്മ റംബൂട്ടാൻ്റെ മറ്റൊരു പേരല്ലേ അമ്മ? സ്കൂൾ ബോയ്. അതിനകത്ത് എഴുതിയിട്ടിട്ടുണ്ട് സ്കൂൾ ബോയ്ന്ന്. അപ്പോൾ നമ്മുടെ സ്കൂൾ ബോയും ഞാവൽപ്പഴമാണ് ഉള്ളത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഒരു കുഴി കുഴിച്ചു. നമ്മുടെ പാവയ്ക്കയുടെ തൊട്ട് അടിയിലായിട്ടാണ് ഗൈസ് നമ്മൾ ഈ ഒരു കുഴി കുഴിച്ചിരിക്കുന്നത്. കണ്ടില്ലേ ഗൈസ്? നല്ല രീതിക്ക് പപ്പ കുഴിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇടയ്ക്ക് വെച്ച് വീഡിയോ കട്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഏവരും അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞു ചീരകൾ. ഇതിനെ ഇപ്പം തന്നെ പുഴുകൾ വന്ന് കടിച്ചു തുടങ്ങാറായിരിക്കുന്നു ഗൈസ്. അപ്പോൾ വലുതാകുമ്പോൾ എന്തായിരിക്കും ഗൈസ്? ഞങ്ങൾ പച്ചയും വളർത്താറുണ്ട്, ചുമപ്പും വളർത്താറുണ്ട്. പപ്പ വന്നപ്പോഴാണ് കേട്ടോ ഇത് കൂടുതലായത് കേട്ടോ. ഇത്രയും നാൾ വരെ ഏകദേശമൊക്കെ ചെടികളെ ഉള്ളായിരുന്നുള്ളൂ. ഇപ്പോഴാണ് നന്നായിട്ടൊക്കെ ഒന്ന് കളിച്ചത്. പിന്നെ ഞങ്ങൾക്കുള്ള ചെടി പാവയ്ക്ക ഉണ്ട്, പിന്നെ വെണ്ടയ്ക്ക, പിന്നെ നമ്മുടെ പപ്പായ, പിന്നെ ഉണ്ട് ഗൈസ് സബർ നെല്ലിക്കയാണ് ഗൈസ്. ഇതിനകത്ത് പൂത്ത് പിടിച്ച് വന്നായിരുന്നു, കുറേ ഇഷ്ടംപോലെ വന്നായിരുന്നു ഗൈസ്. ഇപ്പോഴാണ് അതൊക്കെ ഉണങ്ങി വാരി പോയത്. ഇത് സബർ നെല്ലിക്ക. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് വരുന്നത് ഞാൻ കരിയാപ്പിലയാണ്. കുറേ കരിയാപ്പിലകളൊക്കെ ഉണ്ട്. അമ്മി സൂക്ഷ്മതയോടെ വളർത്തുകയാണ്. മണ്ടയിലോട്ട് ഒടിച്ചൊടിച്ച് വളർത്തുക. മമ്മി ഏത് ചെടി എടുത്താലും അതിൻ്റെ മണ്ട ഒടിച്ചിട്ടേ വളർത്താറുള്ളൂ. ഇതാണ് ഗൈസ്. ഇത് ചെറിയ ആപ്പിൾ എന്ന് പറയുന്നു. ചെറിയാണെന്ന് തോന്നുന്നു എനിക്ക്. പക്ഷെ മമ്മി പറയുന്നു ചെറിയല്ല, വെറും ഒരു ചെറിയൊരു കുഞ്ഞ് ഇത്രയേ കാണത്തുള്ളൂ ഗൈസ്.
ഞാൻ പറഞ്ഞു മമ്മി അത് ചെറിയാണ് എന്ന് പറഞ്ഞു. മമ്മി പറയുന്ന അല്ല, വേറെന്തോ ആപ്പിളാന്ന് പറയണം ഗൈസ്. ഇതിൻ്റെ ഇത് നോക്കിയിട്ട് നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇത് ഏത് ചെടിയാണെന്ന് കമൻറ്റ് ചെയ്യുക. ഏത് ഫ്രൂട്ടിൻ്റെ ചെടിയാണെന്ന് കമൻറ്റ് ചെയ്യുക. ഇത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയാണ്. ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയാണ്. ഇത് പിന്നെ ഏതാണെന്ന് അറിയത്തില്ല. പിന്നെ ഇത് ഇത്രയും ഏതാണെന്നൊന്നും അറിയത്തില്ല ഗൈസ്. ഇതും അറിയത്തില്ല. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മാവാണ്. നമ്മുടെ പ്രിയപ്പെട്ട മാവാണ് ഇത്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ മാവ്. നല്ല രസമാണ് ഗൈസ് ഇതിനകത്തിരിക്കാനും കളിക്കാനും ഒക്കെ. കണ്ടില്ലേ ഗൈസ്, ഇവിടെ പപ്പ വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ ഇത് ഇത്രയും ഇങ്ങനെ ആക്കിയെടുത്തു. കട്ടയൊക്കെ വെച്ച് പപ്പ തന്നെയാണ് ഗൈസ് ചെയ്തത്. വേറെ ആരെയും വിളിച്ചില്ല ഞങ്ങൾ, പപ്പ തന്നെയാണ് ചെയ്തത്. കണ്ടില്ലേ ഗൈസ്, ഇതാണ് പപ്പ ചെയ്തതാണിത്. അപ്പം നമുക്ക് അടുത്ത ഇതിനകത്തോട്ട് പോവാം. അടുത്തതെന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ പേരയ്ക്കാണ്. കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകൾ. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട ഉറുമ്പുകൾ. കടിച്ചിട്ടുണ്ട് ഗൈസ്. ചക്ക കൈ വിട്ട് പോകാത്ത ഉറുമ്പേരാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ചുമന്നുറുമ്പെന്ന്. കാരണം അത് കയ്യിൽ കടിച്ചാൽ പിന്നെ കൈ വിട്ട് പോകത്തില്ല. ഇതിനകത്ത് വലുതായിട്ടൊന്നും കിളിച്ചിട്ടില്ല. ഏകദേശം ഒന്നേ കിളിച്ചിട്ടുള്ളൂ ഇതിനകത്തായിട്ട്. ഇതിനകത്ത് എന്താ കിളിക്കാത്തതെന്ന് അറിയത്തില്ല. ഇതിനകത്ത് ആകെ ഒന്നേ കിളിച്ചിട്ടുള്ളൂ. പക്ഷെ ഗായ്സ് ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ കുറേ പൂത്ത് കിടക്കാണ് ഗൈസ്. കണ്ടില്ല ഗൈസ്, കണ്ടില്ല സൈഡിൽ പോയേക്കുന്ന ലൈൻസ് അത്രയും പേരയ്ക്കകളാണ് ഗൈസ്. അപ്പുറത്തോട്ട് അങ്ങ് ചാഞ്ഞാണ് ഗൈസ് പോയിരിക്കുന്നത്. ഇതിനകത്ത് കണ്ടില്ലേ ഗൈസ്, കണ്ടില്ല. പക്ഷെ ഇത് കുറേ നാളായി പിടിച്ച് വയ്ക്കുന്നു. അങ്ങോട്ടും പിടിച്ച് വരുന്നില്ല, വലുതാവുന്നില്ല. എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ ഇഷ്ടം പോലെ പിടിക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഈ വർഷം ഇഷ്ടം പോലെ പേരയ്ക്ക കിട്ടുമെന്നാണ് എൻ്റെ സ്വപ്നം. അടുത്ത നമ്മുടെ ലൗലോലിക്ക എന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. നെല്ലിക്കയുടെ കളയും, ബാക്കി ലൗലോലിക്ക എന്നേ പറയാറുള്ളൂ ഗൈസ്. അപ്പം ഇതാണ് നമ്മുടെ ലൗലോലിക്ക. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുകൊള്ളൂ. ഇതാണ്. ഇത് പച്ചയല്ല, പച്ച കളറായിട്ടല്ല, നല്ല ചുമന്ന കളറാണ്. അതുകൊണ്ട് ഇതേ കളറൊക്കെയാണ് വരുന്നത്. അതിങ്ങനെ കിളിച്ചപ്പോൾ താഴോട്ട് അടർന്ന് വീഴുന്നതാണ്. സെയിം ഈ ഒരു കളറ് വരുമ്പോഴാണ് നമുക്ക് നല്ലൊരു, ഈ കളർ വന്നാലും ഭയങ്കര മധുരമൊന്നും കാണില്ല, പക്ഷേ പുളിയാണ്. ഇത് അച്ചാറിടാൻ വേണ്ടി നല്ലതാണ് കേട്ടോ. ഞങ്ങളിത് അച്ചാറിട്ടു. വളരെയധികം ഇഷ്ടമാണ്. ഞങ്ങൾ കോഴി വാരിയാണ് തിന്നുന്നത്. ഇത് അച്ചാറിട്ട് ഞങ്ങൾ കഴിച്ച് നോക്കൂ. ആർക്കെങ്കിലും വേണമെങ്കിൽ വന്നാൽ മതി. അപ്പോൾ ഇതെവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുമ്പുഴ കല്ലുപാലക്കട ആയിട്ടാണ്. കൊല്ലം പെരുമ്പുഴ കല്ലുപാലക്കട. അപ്പോൾ വന്നു കഴിഞ്ഞാൽ തോട്ടിൽ മിനിയുടെ വീട് എവിടാന്ന് ചോദിച്ചാൽ മതി, എല്ലാവരും പറഞ്ഞു തരും കേട്ടോ. മമ്മി ഇവിടെ അറിയപ്പെടുന്നത് തോട്ടിലെ മിനി എന്നാണ്. ഞങ്ങളുടെ ഈ ഭാഗത്തോട്ടൊക്കെ ആയിട്ട് തോടാണ്. ആ ഭാഗത്തോട്ടൊക്കെ ആയിട്ട് നല്ല തോടാണ്. അതുകൊണ്ടാണ് മമ്മി തോട്ടിലെ മിനി എന്നറിയപ്പെടുന്നത്. തോട്ടിലെ മിനി ഏതാന്ന് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞുതരും തോട്ടിലെ മിനി ഏതാന്ന്. അപ്പോൾ തോട്ടിലെ മിനി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞുതരും. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കല്ലുപാലക്കട വന്നിട്ട് തോട്ടിലെ മിനി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു തരുന്നതായിരിക്കും ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി പപ്പ ഫോൺ വിളിച്ച് കഴിയുന്നിടം വരെ നമുക്കിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫോൺ കട്ടായിപ്പോവും. അപ്പോൾ നമ്മൾ പപ്പ വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു സെഷൻ വീഡിയോ എടുക്കുന്നതായിരിക്കും. ബൈ അല്ല, നമ്മൾ വരുന്നുണ്ട്. അടുത്ത വീഡിയോ ആയിട്ടല്ല, ഈ വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ അതിനോട് കിളിപ്പിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ ഗൈസ്, അല്ല കിളിപ്പിക്കുന്നതല്ല, കുഴിക്കുന്നത്. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ
പപ്പ ഫോണിനൊക്കെ വിളിച്ച് കഴിഞ്ഞ് അപ്പോൾ നമ്മളിനി ചെടി നടുന്നതിൻ്റെ ഇതിൽ പോവുകയാണ് ഗൈസ്. പപ്പ വളമൊക്കെ ഇടുകയാണ്. കഴിഞ്ഞിട്ട് നമ്മൾ നടാൻ പോവുകയാണ്. വളമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നടും ഗൈസ്. മമ്മി ഉണ്ട് ഗൈസ് നമ്മളുടെ കൂടെ നടാം. മമ്മി ഒരു ഗുഡ് മോർണിംഗ് പറ. മമ്മി മമ്മി ഒരു ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മതി അപ്പ. ഗൈസ് നമ്മൾ നടാൻ പോവാണ് ഗൈസ്. ഗൈസ് ഞങ്ങളുടെ മാവിനെ കാണിച്ചില്ലായിരുന്നു. ഇതാണ് ഞങ്ങളുടെ മാവ്. മഴയുടെ കോണ് ഉദിച്ചുദിച്ച് വരും. കുതിച്ച് വരും. ഇവിടെ നമ്മുടെ വാഴയായിരുന്നു. എല്ലാരും ഒന്ന് പണിക്കൊക്കെ ഇറങ്ങിയതാ. അതെ ഗൈസ്, ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പണിക്ക് ഇറങ്ങിയതാണ് ഗൈസ്. പപ്പ ഇതിനകത്ത് എന്തോ അപ്പ നട്ടേക്കുന്നേ? ഇതിനകത്ത് അതിനകത്ത് പയറ്, ചീര, ചക്കണി, പയറ്, കരിയാപ്പില, കടലക്കറി, കടല, ഒക്കെ ഇതിനകത്ത് എല്ലാം നട്ടിട്ടുണ്ട് ഗൈസ്. പപ്പ ഇങ്ങനെയാണ് ഗൈസ്. പപ്പയ്ക്ക് ഇങ്ങനെ പറയാൻ അറിയത്തുള്ളൂ ഗൈസ്. പപ്പ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ പറയുന്ന ഒരാളാണ് ഗൈസ്. പപ്പ സ്പീഡിൽ സംസാരിക്കുന്ന ഒരു ആളാണ് ഗൈസ്. ഗൈസ് നമ്മൾ കുഴിക്കാൻ പോവുകയാണ് ഗൈസ്. കുഴി കഴിഞ്ഞ് നമ്മളിനി നടാൻ പോവുകയാണ് ഗൈസ്. ആരെങ്കിലും ഒന്ന് വീഡിയോ എടുക്കണം ഗൈസ്. ചേച്ചി ഒന്ന് വന്ന് വീഡിയോ എടുത്തേ. മുരിങ്ങ അങ്ങ് നട്ടാ മതി. മുരിങ്ങ നടാൻ തരും. വേണ്ട, ഇത് നടണം. ഇത് ഞാൻ നടും. വീഡിയോ എടുക്കുക. പപ്പ നടുകയാണ്. അതിന്റെ ഉത്തരവാദിത്തമേ ഉള്ളൂ. നമ്മളിപ്പോ നടാൻ പോവുകയാണ്. നമ്മൾ നടാൻ പോകുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ റംബൂട്ടാൻ, ഹാപ്പി ബർത്ത്ഡേ ടു യു യു യു. ഒരു മിനിറ്റ്. കൈ മാറ്റി. എന്തുവാ എടുക്കട്ടെ. എന്നിട്ട് ഇനി മീനെ പിടിക്കുകയാണോ എനിക്ക്? ഇനി ഞാൻ പോയി മീനെ പിടിക്കും. നോക്കിക്കോ, വേറെ ഇവിടെ പറയണ്ടേ. അപ്പ എന്റെ വരെ ചവിട്ടരുത്. ഇത് വേറെ അടിയല്ലേ. നമ്മളീ വരെ ഇങ്ങോട്ടൊന്ന് ഇടുകയാണ് ഗൈസ്. നല്ല മണമായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഈ നടുക്ക് കൊണ്ടുവന്ന് വാഴ നട്ടത് ശരിയായി. ഗൈസ് നമ്മുടെ കുഞ്ഞു ചെടികളെ നമ്മൾ നട്ട് തീർക്കുകയാണ്. ഇത് വല്ല രംഗത്ത് വരുമോ ഇല്ലയോ എന്ന് ദൈവത്തിനെ അറിയാം. ഗൈസ് പപ്പ ഇങ്ങനെയൊക്കെ പറയുന്നു ഗൈസ്. നിങ്ങൾ ഷെയർ ചെയ്ത് എന്നെ സഹായിക്കണം ഗൈസ്. ഇല്ലെങ്കിൽ പപ്പ എപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഗൈസ്. നിങ്ങൾ ഷെയർ ചെയ്ത് സഹായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് താഴ്മയായി അപേക്ഷിക്കുന്നു ഗൈസ്. ഇത്രയും വലിയ ഇഴയെ ഞാൻ ഇന്നാണ് കേട്ടോ കാണുന്നത്. നേരത്തേക്ക് എനിക്ക് ചെറിയ ഇഴയായിരുന്നു കിട്ടുന്നത്. ഇതിൽ പാമ്പിൻ്റെ അത്രയ്ക്ക് നീളമുള്ള ഇരയാണ് ഗൈസ് എനിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ ഗൈസ്? ഞാൻ അവിടെ. അമ്മ ഇതൊന്ന് വീഡിയോ പിടിക്കും. അമ്മ ഇങ്ങോട്ട് വന്നേ. ഇങ്ങനെ കട്ട് ചെയ്യണം. പിടി എന്നിട്ട് എൻ്റെ വീഡിയോ എടുക്കും. കായലൊന്നും കൊള്ളത്തില്ല. വലിച്ചു കയറല്ലേ. അങ്ങനെ ചൊവ്വ വലിച്ചു പിടിച്ചോണം. വലിച്ചു പിടി വേണേ.
കത്തി അതിനകത്തെങ്ങും വീഴത്തില്ല. കട്ട് ചെയ്തങ്ങ് കൊടുത്താൽ പോരായിരുന്നോ? അയ്യോ പൊന്നു, ഇതിൽ പിടി. ഇത് കട്ട് ചെയ്യാനാ. നീ അങ്ങോട്ട് നോക്കുന്ന എവിടാ? കട്ട് ചെയ്തിട്ട് വരുന്നില്ല. നീ അങ്ങോട്ട് നോക്കുന്ന എന്തോടി? ഞാൻ ഏരയെ നോക്കുമായിരുന്നു. എര പോയാലോ? ആ വീണേ വീണേ വീണേ. എന്നാ പിടി. നീ പിടി. ഇളകി പോവും മണ്ണ് അതല്ലയോ? ഓ ഇളകി ഇളകി ഇളകി. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടേക്കമ്മ. എന്നാ പിടി. എന്നാ പിടി. പിടിക്കാൻ പറഞ്ഞു. ആ വേണ്ട, ഞാൻ മറ്റേത് നട്ടോളാം. ഞാൻ മറ്റേത് നട്ടോളാപ്പ. ഇതങ്ങ് നട്ടാ മതി. ചെറുത് അത് കൊള്ളത്തില്ല. നമുക്ക് എന്നാ പിടി. ഇത് പിടിയപ്പ. അപ്പടെ കൈ മണ്ണാ. ഇതിങ്ങടെ അതങ്ങ് കൊടുത്തു. എന്നാ പിടി. ഇങ്ങനെ എവിടെ കാര്യം കൊണ്ട് ഇവിടെ വന്നില്ല. ഇവിടെ വന്നില്ല. ഇവിടെ വന്നില്ലേ? അവിടെ ഇല്ല. അവക്ക് ഇതങ്ങ് ഇളക്കണം. കവറഞ്ഞ് ഇളക്കി മാറ്റി. ഇതൊക്കെ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയത്തില്ല. പിന്നെ വെറുതെ ആവശ്യമില്ലാത്തതിനകത്തൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ ഇതിനുള്ള കുഴപ്പം ഇതാ കേട്ടോ. മണ്ണ് ഇളക്കണ്ട. മണ്ണ് നീക്കിയിടും. നമ്മള് മുരിങ്ങ നട്ടു ഗൈസ്. ആരെങ്കിലും നമ്മളെ വിളിക്കണ്ടേ? അങ്ങോട്ട് ചരുവ് വന്നു തിരിച്ച്. മതി 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 മതി. ഞാൻ നോക്കിക്കോളാം. അവള് വരെയും കൊണ്ട് കിടക്കും. നമുക്ക് അതാ അത്യാവശ്യം. അല്ല ഗൈസ്, നമുക്ക് മീനെ പിടിക്കണ്ടേ ഗൈസ്? പപ്പയുടെ ചോർത്തല എവിടാന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഗൈസ്. ഏതോ വേണ്ടിലെ സ്ഥലമൊക്കെയാണ് ഗൈസ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഗൈസ് നിങ്ങൾ ഇത് കണ്ടോ ഗൈസ്? കണ്ടോ ഗൈസ്? നിങ്ങൾ ഇത് കണ്ടില്ലേ? കിടക്കണ കിടപ്പ് കണ്ട? ചക്കപ്പൊന്നെ കിടക്കണ കിടപ്പുണ്ട്. ആരെങ്കിലും കാണാത്തിട്ടുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി. ഇന്ന് നമ്മള് കാണിച്ചു തരാം. ഈ ഭാഷ ഞങ്ങള് പപ്പ വന്നപ്പോൾ തൊട്ട് പഠിക്കാൻ തുടങ്ങിയ ഭാഷയാണ് കേട്ടോ. പഠിക്കാനൊന്നും അല്ല. ഇനി വരെ വല്ലതും ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കണം. വരെ ഉണ്ടെങ്കിൽ ഞാൻ പിടിച്ചിട്ട് അടങ്ങത്തുള്ളൂ ഗൈസ്. അമ്മ അമ്മ ഈ വരെ കടിക്കുവോ അമ്മ? അമ്മ അമ്മ ഈ വരെ കടിക്കുവോ? കടിക്കത്തില്ല, കഴിക്കാം. അത് വറുത്തില്ല. സാധനം അത് എവിടെ നിന്ന് എടുത്തോണ്ട് വന്നോ ഈ പപ്പ? കടിക്കത്തല്ലത്. കത്തിങ്ങട് ഇങ്ങനെ ഇങ്ങനെ വെക്കാം. ഇങ്ങനെ വെക്കാം. പൊന്നു കത്തി എവിടെ? കത്തി അത് നോക്കേ. ആ മുരുകൻ ഇരിക്കുന്നുണ്ടോ? മേളി. ഞാവലേ, എന്റെ പൊന്ന് ഞാവലേ, ഇതിനകത്ത് ഏറെ ഉണ്ടോ ഞാവലേ? മൊബൈൽ എവിടെ അടി ഒരു വെച്ചേക്കുന്ന? ഇപ്പം ഞാൻ തരാം. അവിടെ ഇപ്പം ഞാൻ തരാം. അമ്മ അതിനൊരു കുഴപ്പം വരത്തില്ല ഇല്ലേ ഗൈസ്? നമ്മളൊരു കുഴപ്പം വരത്തില്ല ഇല്ലേ ഗൈസ്? അമ്മ നേരത്തെ അമ്മ മണ്ണ് കാണുമ്പോൾ ഞാൻ ഇതിങ്ങനെ എടുത്ത് ഇളക്കി ഇളക്കി ഞാൻ ഇല്ല ചരട്ടക്കകത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ വെച്ചതേ ഉള്ളൂ. ഞാൻ വെച്ചതേ ഉള്ളൂ. വെച്ചിട്ട് നോക്കുക എങ്ങനെയാണ്. നീ അങ്ങോട്ട് വെക്കണം. ഇതാ വരുന്നു ഗൈസ്. ഇതാ വരുന്നു ഗൈസ്.
മണ്ണ് ഫുള്ള് മണ്ണിടാക്കത്തിൽ ഇത് ഇവിടെ കിളിച്ച് വരുന്നുണ്ട്. കിളിയിലുണ്ടോ? സാധാരണ എവിടെ ബഡ് എവിടെ മേടിച്ചാൽ അവിടെ നിന്ന് അമ്മ ഇതാണ് നമ്മുടെ എന്താ പറയുന്നത്, ഇതെന്ത്, അതാണ് എന്ത് സൈഡ് വെയിൻ അല്ലല്ല സെൻറ്റർ വെയിൻ. ബാക്കിയുള്ളതൊക്കെ സൈഡ് വെയിൻ ആണ് ഗൈസ്. മാറി എഴുന്നേറ്റ് പോകും. ഈ പാവയുടെ എഴുന്നേറ്റ് പോകും, പുഴുവാണ്. അമ്മ ഞാൻ പോയി മീൻ പിടിക്കട്ടെ അമ്മ. ആ രസമുണ്ടമ്മ. ഞാനും ചേച്ചിയും കൂടെ പോയി മീൻ പിടിക്കും. എന്താ ഇതിനൊക്കെ എന്തൊക്കെ ഇരിക്കുന്നു. പിച്ചാത്തി എടുക്കും. ആ നിന്റെ മുമ്പിൽ കിടക്കുന്ന പിച്ചാത്തി മൊബൈൽ എന്തിയേ? ഇവിടെ. അപ്പോൾ ഗൈസ് നമ്മൾ ആ പരിപാടി തീർത്തു ഗൈസ്. അപ്പോൾ ഗൈസ് ഇനി എല്ലാവർക്കും ബൈ ബൈ. നമ്മളിനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഈ വീഡിയോ എല്ലാവരും ഷെയറും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ ഗൈസ് കാല് കഴുകിയിട്ട് വേണം. ബൈ ഗൈസ്.